പേജിലേക്ക് വരും. ഇവിടെ നിങ്ങൾക്ക് കാർഡ് ആഡ് ചെയ്യണമെങ്കിൽ കാർഡ് ആഡ് ചെയ്യാം, അതല്ലെങ്കിൽ UPI വഴി ചെയ്യണമെങ്കിൽ UPI വഴി ചെയ്യാം. UPI എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ട് എൻ്റെ UPI ID ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. UPI ID ഇവിടെ നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ നിങ്ങൾ ഫോൺ നമ്പർ എൻ്റർ ചെയ്യുക. അതുപോലെ നിങ്ങൾ സ്റ്റോറിൻ്റെ അഡ്രസ്സ് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇത്രയും ചെയ്തതിന് ശേഷം താഴെ സെറ്റപ്പ് UPI എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. സെറ്റപ്പ് UPI എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അടുത്ത പേജിലേക്ക് പോകും. നിങ്ങൾക്ക് കാണാൻ പറ്റും കംപ്ലീറ്റ് ഓൺ മൊബൈൽ ഡിവൈസ് എന്നുള്ളത്. അതായത് ഇനി നിങ്ങളുടെ വെരിഫിക്കേഷൻ വരുന്നത് നിങ്ങൾ ഗൂഗിൾ പേയിലായിരിക്കും. അതായത് നിങ്ങൾ UPI ID ഫോൺ പേൻ്റെതാണോ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഫോൺ പേയിലോ അല്ലെങ്കിൽ ഗൂഗിൾ പേ ആണെങ്കിൽ ഗൂഗിളിലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടാവുക. അപ്പോൾ നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് നമ്മുടെ പേയ്മെൻറ്റ് ചെയ്യാനുള്ള റിക്വസ്റ്റ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ വരും. അവിടെ നിങ്ങൾക്ക് 5000 രൂപയായിരിക്കും കാണിക്കുന്നുണ്ടാവുക. അപ്പോൾ നിങ്ങളൊരിക്കലും വിചാരിക്കേണ്ട 5000 രൂപ പോകും എന്നുള്ളൊരു ടെൻഷൻ വേണ്ട. ഇത് മാൻഡേറ്ററി എനേബിൾ ആവുകയാണ്. അതായത് ഓട്ടോമാറ്റിക്കലി നിങ്ങളെ അക്കൗണ്ടിൽ നിന്നും പേയ്മെൻറ്റ് കട്ട് ചെയ്യാനുള്ള ഒരു പെർമിഷനാണ് ഇവർ ഇതോടുകൂടി എടുക്കുന്നത്. നമ്മളിവിടെ 5000 രൂപ ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാലും പേയ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് 20 രൂപയാണ് പോവുക.